കൊച്ചി പരമ്പള്ളി നഗറിൽ പിഞ്ചുകുഞ്ഞിനെ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലയോട്ടിക്കുണ്ടായ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുഞ്ഞിന്റെ ശരീരത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. ഏറ്റവും പുതിയ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. മറ്റെന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാവുന്ന വിവരങ്ങൾ? ഫിജി, ഇന്ന് രാവിലെ 8 മണിയോടെ ഉണ്ടായ സംഭവം നാടിനെ വലിയ രീതിയിൽ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇതിൽ അമ്മയ്ക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തലുകൾ അതും ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. കുഞ്ഞിന് ശ്വാസം മുട്ടിച്ച് തന്നെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഒപ്പം തന്നെ തലയോട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്ക് മരണകാരണമായിട്ടുണ്ട്. താടിയെല്ലും ആ നിലയ്ക്ക് തന്നെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. അത് കുഞ്ഞിനെ മേളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞപ്പോഴുണ്ടായിട്ടുള്ള ആ ഒരു ആഘാതത്തിൽ ഉണ്ടായിട്ടുള്ളതാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ പരിശോധനകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ യുവതി നിലവിൽ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്, ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവർ ആരോഗ്യനില വീണ്ടെടുക്കുന്ന ഒരു സ്ഥിതി കൂടിയാണ്. അപ്പോൾ അവരുടെ അറസ്റ്റ് എന്തായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുറ്റകൃത്യം താൻ ഒറ്റയ്ക്കാണ് ചെയ്തത് എന്ന കാര്യത്തിൽ അവർ കുറ്റസമ്മതം പോലീസിനോട് നടത്തിയിട്ടുമുണ്ട്. ആ നിലയ്ക്കാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സുഹൃത്തിന്റെ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നിരുന്നു. ഇവരുടെ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് തൃശ്ശൂർ ഒരാളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ആളുകളാണ് എന്നുള്ള നിലയ്ക്കുള്ള വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് പോലീസിനൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഫോൺ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള പരിശോധനകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് ബാലാവകാശ കമ്മീഷൻ ഇവിടെ എത്തുകയുണ്ടായി. സ്വമേധയാ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇതിൽ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ, ക്രൂരകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ബോധവൽക്കരണം കൂടുതൽ ശക്തമാക്കും. കാരണം അമ്മത്തൊട്ടിൽ പോലുള്ള നിരവധിയായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ വേണ്ട എന്നുള്ളവർ അങ്ങനെ കുട്ടികളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിച്ചെറിയുകയോ അല്ല വേണ്ടത്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ സുരക്ഷിതമായി ഏറ്റവും രഹസ്യമായി തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകും. അവർക്ക് അതിജീവിച്ച് മുന്നേറാനുള്ള ഒരവസരം ഉണ്ട്. അത് നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അതിനുള്ള ബോധവൽക്കരണ പരിപാടി നിലവിൽ നടത്തുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ കാര്യക്ഷമമാക്കണം എന്നുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിലേക്കാണ് ഇപ്പോൾ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. അതിദാരുണം എന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, അന്വേഷണങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സാഹചര്യം. ഈ പെൺകുട്ടിയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. ഇവർ അതിജീവിതയാണ് എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യം തന്നെ നമുക്ക് നൽകിയിരുന്ന ഒരു വിശദീകരണം. ഒപ്പം തന്നെ ഈ പെൺകുട്ടി ഇത്തരത്തിൽ ഗർഭിണിയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു തരത്തിലുള്ളതിനെയും മാതാപിതാക്കൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ കുറ്റക്കാരല്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴുള്ള ഒരു നിഗമനം എന്ന് പറയുന്നതും. ആ നിലയ്ക്ക് ഈ കുറ്റം താൻ തന്നെയാണ് ചെയ്തത്, അല്ലെങ്കിൽ കുറ്റകൃത്യം താൻ തന്നെയാണ് ചെയ്തത് എന്നുള്ളതാണ് പെൺകുട്ടി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നതും. എന്തായാലും ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ കുട്ടിയുടെ വീട്ടിലെത്തി അവരെ മാതാപിതാക്കളെ സന്ദർശിക്കുകയാണ്. ഫിജി, എബി, മറ്റൊരു കാര്യം സംശയമുള്ളത്, ഈ മാതാപിതാക്കൾ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ് പോലീസും നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇത്തരത്തിൽ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ആ മാതാപിതാക്കൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണോ പോലീസ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും അവർക്കും ഇതിനെക്കുറിച്ച് ധാരണയൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് തന്നെയാണ് ഈ കുറ്റകൃത്യത്തിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നതും. പോലീസിന്റെ പരിശോധനയിൽ അല്ലെങ്കിൽ അന്വേഷണങ്ങളിൽ ആ നിലയ്ക്കുള്ള വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു, അതിനുശേഷം നാട്ടിൽ വന്നു, ഇവിടെ താമസിച്ചു, ഇപ്പോഴുടെ മറ്റൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടം കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു വലിയ രീതിയിലൊരു ഇന്ററാക്ഷൻ ഒരുപക്ഷെ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. അത് ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾക്ക് ഈ വിവരങ്ങൾ ഇത്തരത്തിൽ ലഭ്യമാകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള സൂചനകളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ധാരണകളും മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് രാവിലെ മുതൽ തന്നെ ആ കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഇപ്പോഴും അവർ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യം താൻ തന്നെയാണ് ചെയ്തത്, ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അറിവില്ലായിരുന്നു എന്ന് തന്നെയാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിലും പറയുന്നത്. ആ നിലയ്ക്ക് കുറ്റകൃത്യം താൻ തന്നെയാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ കുറ്റസമ്മതം ഇവർ നടത്തിയിരിക്കുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തിയിരിക്കുന്നത്.